ഫ്രണ്ട്സ്, അപ്പം ഇത് എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പം ഈ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇറ്റ്സ് മിത്രയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണേ, ലൈക്കും ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാഗ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്. നമുക്ക് ബാഗ് ഒന്ന് തുറന്നെല്ലാം നോക്കാം, സ്ഥലമുണ്ടോ. ഇന്നെങ്ങാണ്ട് കിട്ടിയ ബാഗാണ്. ഓക്കെ, അകത്ത് ഇതുപോലെയാണ്. ഇവിടെ ബാഗിന്റെ കളർ എന്താ? പർപ്പിൾ ആണ്, അകത്ത് പിങ്ക്. അപ്പം ഈ വർഷത്തെ വിച്ച് സ്റ്റാൻഡേർഡ് ആർ യു ഗോയിങ് ഇൻ ടു? ഫിഫ്ത്ത്. ഓക്കെ, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സ്കൂൾ ഐറ്റംസിന്റെ തീം കളർ എന്താണ്? പർപ്പിൾ. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ ഇതുപോലത്തെ ഒരു സിബ് ഉണ്ട്. എന്നിട്ട് ഇവിടെയും കുറച്ച് ഇങ്ങനത്തെ സ്പേസും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ രണ്ട് കാർഡ് ഉണ്ട്. ഓ, ഇത് ടൈം ടേബിൾസ് ആണ്. ടൈം ടേബിൾ കാർഡ്സ്. ഓക്കെ, ശരിക്കും മനസ്സിലാവുന്നില്ല, അത് ചൈനീസിലാണ് എഴുതിച്ചത്. വേറെ റാക്സ് കാണിക്കൂ. പിന്നെ ഇവിടെ എത്ര പോക്കറ്റ്സ് ഉണ്ട്? വാവ്, ഇതെല്ലാം ഇതെല്ലാം ബാഗിന്റെ കൂടെ കിട്ടിയാണ്. ബാഗ് ഓൺലൈൻ വാങ്ങിച്ചാണ് അല്ലേ? അപ്പൊ ഇവിടെ ഈ സാധനം ഇവിടെ വെക്കുന്ന സാധനം ബാഡ്ജ്, ബാഡ്ജസ് ഉണ്ട്. പിന്നെ പെൻസിലിനൊരു ഏരിയ, അത് ഫ്രണ്ടിലെ ഏരിയ. അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ അതുപോലത്തെ ഒരു കുഞ്ഞു റാക്കാണ്. അവിടെ സ്നാക്ക് ബോക്സ് വെക്കാം. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ ജിപ്പില്ല. നമുക്ക് ഒരു ഇതാണ്, നമുക്ക് ഇങ്ങനെയാണ് തുറക്കുന്നത്. സ്നാപ്സ് ആണ്. അവിടെ ഒരു റാക്ക് ഉണ്ട്. അകത്തെ റാക്സ് നമ്മൾ മൊത്തം കാണിച്ചു. ഈ ബാഗ് വാട്ടർ പ്രൂഫ് ആണ്. ഇവിടെ സപ്പോർട്ട് ഉണ്ട് ബാക്കിൽ. എന്നിട്ട് നമുക്ക് ഇവിടെ വെക്കാനുള്ള ഇങ്ങനെ അവിടെ സപ്പോർട്ട് ഉണ്ട്. അകത്ത് അവിടെയും ബോട്ടിൽ വെച്ചിട്ട് സപ്പോർട്ടിന് ലോക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഇത് കൂടാതെ ഫ്രണ്ടിൽ ഇനി ഒരു റാക്ക് ഉണ്ടല്ലോ, വലിയ റാക്ക്. ആ വലിയ റാക്ക് ഓപ്പൺ ചെയ്ത, വലിയ റാക്ക്, വലിയ പോക്കറ്റ് ഓപ്പൺ ചെയ്ത. ഈ പോക്കറ്റിനകത്ത് എഗെയിൻ സിപ്പർ ഉണ്ട്. ഇവിടെ ഒരു നെറ്റഡ് ഏരിയ ഉണ്ട്. അപ്പം ഒത്തിരി ബാഗ് ഹ്യൂജ് അല്ലെങ്കിലും ഇതിനകത്ത് ഒത്തിരി യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ ബാഗ്. നൗ നമുക്ക് വേറെ ഐറ്റംസിലേക്ക് പോകാം. വേറെ എന്താണ് ഷോപ്പ് ചെയ്തത്? ഓൾ ക്ലിയർ കവറിംഗ് പേപ്പർ ഫോർ ബുക്സ്. ഈ കൊടയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? കൊടയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഇതാണ്, നമുക്ക് കീച്ചെയിൻ പോലെ ഇടാം. എന്നിട്ട് ഇത് തുറക്കുവാണെങ്കിൽ അത് തുറന്ന് കാണിക്കും. അതിന്റെ ഹാൻഡിൽ കാണിച്ചേ, വളരെ ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ. യൂഷ്വൽ പോപ്പി കൊടകളെ ഒന്നും പോലെ അല്ലല്ലോ. ഇത് ഓൺലൈൻ വാങ്ങിച്ചാണോ? ഇത് ഓൺലൈൻ. ഇത് ഓപ്പൺ ചെയ്യുമ്പോ ലൈക്ക് ഇതൊരു കൊടയാന്ന് വിചാരിച്ചോ, നോർമൽ കൊട ഇത്ര വരില്ലേ, പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ. ഓപ്പൺ ചെയ്യൂ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഭയങ്കര വലുതായി. ഓപ്പൺ ചെയ്യൂ, ട്രൈ ചെയ്തിട്ടില്ല. എല്ലാരും കാണട്ടെ. ഓക്കെ, നൈസ്. ഫുൾ ഓപ്പൺ ചെയ്യൂ. ഈ കുഞ്ഞിതായിട്ട് പർപ്പിൾ, നൈസ് കളർ. ഇങ്ങനെ ആക്കിയ വലുതാവും. ഇത് വലുതാക്കൂ. കണ്ടോ, വലുതായി. ഇനി അതവിടെ ഓപ്പൺ ആയിട്ട് വെച്ച നൈസ് കൊട. അതിൻ്റെ അകത്ത് നല്ലൊരു വാട്ടർ പ്രൂഫിങ് മെറ്റീരിയലാണ്. നല്ല ഹാൻഡിലാണ്, ക്യൂട്ട് ഹാൻഡിലാണ്. കൊച്ചു പെൺപിള്ളേർക്ക്, കൊച്ചു ഗേൾസ് ആൻഡ് ബോയ്സിന് പറ്റുന്ന ഹാൻഡിലാണ്. വളരെ സോഫ്റ്റ് ഹാൻഡിലാണ്. പിന്നെ ഇതാണ് നമ്മുടെ ആർട്ട് ബുക്ക്. ഞാൻ നോക്കിയില്ല. ഇത് നമ്മുടെ നോർമൽ ആർട്ട് ബുക്സ് വരുന്ന പോലെ ഇതിനകത്തൊരു ആർട്ട് സപ്ലൈന്റെ സാധനവും വരുന്നുണ്ട്. ആർട്ട് സപ്ലൈ കാണിക്കും. ഡൂഡ്ലിംഗ് ചെയ്യാം, 3D ക്രാഫ്റ്റ്, ഫോക്ക് ആർട്ട്, ഗാർഡനിങ്. ബുക്കിനകത്ത് ഇങ്ങനെയാണ് ആർട്ട് ബാഗ്. ഓക്കെ, ആർട്ട് പൗച്ച്. ഓക്കെ, അത് മാറ്റിക്കേ. ആ ബുക്ക് മാറ്റിക്കേ. അവിടുന്ന് മാറ്റിക്കേ. മ്യൂസിക്കൽ ക്രാഫ്റ്റ് തുറന്നു വയ്ക്കും. മ്യൂസിക്കൽ ക്രാഫ്റ്റ്, ക്ലേ മോഡലിംഗ്, എല്ലാത്തിനുമുള്ള കാര്യങ്ങളുണ്ട് ഈ ബുക്കിനകത്ത്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഏതാണ്? അടുത്ത് കാണിക്കാൻ പോകുന്ന റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് പേപ്പർ സോപ്പ് തൊട്ട് തുടങ്ങി കീ ചെയിൻ അതെല്ലാം കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മള്
എന്താ ആദ്യം ഈ ബാഗിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ കൈയെല്ലാം കഴുകാനായിട്ടൊരു പേപ്പർ സോപ്പ്, പിന്നെ ഒരു സാനിറ്റൈസർ, കർച്ചീഫ്, ഒരു പൗച്ച്. ഓക്കെ, എന്നിട്ട് എൻ്റെ ഇത് ബാഗിലിടാനുള്ള ഒരു കീച്ചെയിനാണ്. എന്നിട്ട് ഇത് സ്കെയിൽ. കീച്ചെയിൻ കാണിക്കൂ. കീച്ചെയിൻ എന്ത് ക്യാരക്ടറാണത്? സിനിമ റോളിൻ്റെ കീച്ചെയിനാണ്. അത് അടുത്ത് കാണിച്ചേ, ക്യാമറയുടെ അടുത്ത് കാണിച്ചേ നിൽക്കുക. വാ, വെരി നൈസ് അല്ലേ? അത് സൗണ്ടും കേൾക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പൗച്ച്. പൗച്ച് ഒരു പർപ്പിൾ പൗച്ചാണ്. പൗച്ച് ഓപ്പൺ ചെയ്ത് ഓക്കെ, ഇത് ഇറേസർ ഒരു ഷാർപ്പനറും ആണ്. എന്നിട്ട് ഇത് രണ്ടും ഹൈലൈറ്റേഷനാണ്. ഇത് കൊണ്ടുവരില്ല, ഇത് മാത്രമേ കൊണ്ടുവരുള്ളൂ. ഓക്കെ, ഹൈലൈറ്റേഴ്സ് ഉണ്ട്, പർപ്പിൾ ഹൈലൈറ്റർ. ഇത് ഞാൻ സ്കൂളിൽ ഓ, വെരി സ്പെഷ്യൽ പെൻ. ഈ പെന്നിനെ പറ്റി പറയൂ മിത്ര. ഇതൊരു ഫെദർ പോലത്തെ ആണ്, പക്ഷെ ഞാൻ ഇത് സ്കൂളിൽ കൊണ്ടുവന്നില്ല. അപ്പൊ ഇത് വീട്ടിൽ അഫർമേഷൻസ് എഴുതാനാണോ? ഓക്കെ, വെരി നൈസ്. ഗോൾഡൻ പെൻ വിത്ത് ഒരു ഫെദർ. പണ്ടത്തെ ആളുകളൊക്കെ എഴുതുന്ന പോലെ അല്ലേ? നല്ല രസമുണ്ട്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് മാറ്റി വെച്ചേക്ക്, ഇത് രണ്ടും വേണ്ട. പിന്നെ ഒരു പർപ്പിൾ ബ്യൂട്ടിഫുൾ 0.75 പെൻ അല്ലേ? ഓക്കെ, ഇത് രണ്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒരു പെൻസിൽ ആൻഡ് റബ്ബർ. ഒരു ഫാൻസി ഒരു പ്ലാന്റ് പോലത്തെ ഉള്ള ഒരു പെൻ, ലിപ്സ്റ്റിക് പെൻ. ആ ലിപ്സ്റ്റിക് പെൻ കാണിച്ചേ, വളരെ രസമുണ്ടല്ലോ കാണാൻ. എന്തിയെ അതിൻ്റെ മറ്റേ സൈഡ് കാണിക്കൂ. എന്നിട്ട് ഈ ബാക്ക് സൈഡ് കാണിച്ചേ. ആ, ബാക്ക് സൈഡ് നൈസ്. കാണാൻ ലിപ്സ്റ്റിക് പോലെ ഇരിക്കും, ബട്ട് അതൊരു പെന്നാണ്. ഇനി ബോട്ടിൽ കാണിക്കൂ. പർപ്പിൾ ഫയലും ഉണ്ട്, ഫോൾഡർ, പർപ്പിൾ ഫോൾഡർ ഉണ്ട്. അടയ്ക്കുന്ന പിന്നടയ്ക്കാം, അത് മാറ്റി വയ്ക്കും. ആ, എന്നിട്ട് ഇനി പർപ്പിൾ ബോട്ടിൽ, ഒരു ഡ്രീം ക്യാച്ചർ ലുക്കുള്ള ഒരു പർപ്പിൾ ബോട്ടിൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിലാണ്. പിന്നെ ഫോൾഡർ, ഫയൽ ആൻഡ് ഫോൾഡർ, ഫയൽ കം ഫോൾഡർ. ഓക്കെ, നൈസ്. പിന്നെ ബുക്സിനെ പറ്റി പറയൂ. സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ കടയിരിപ്പ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഇത് മാത്സിന്റെ ഓക്കെ, ലോട്ട് ഓഫ് നോട്ട് ബുക്സ്. പിന്നെ ഇതെന്താണ് ഈ ബുക്സ്, ഈ സെറ്റ് ഓഫ് ബുക്സ്? ഇതിന്റെ റഫ് ബുക്ക്, റഫ് ബുക്കാണ്. ആൻഡ് താഴെയുള്ള ബുക്സ് എന്താണ്? ഇതിന്റെ കൂടെ കളർ പേപ്പർ. താഴെയുള്ള ബുക്ക് എന്താണ്? താഴെയുള്ളത് നമ്മുടെ ഇത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ഒരു ബുക്ക്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബുക്സ് ആണ് ഇതെല്ലാം. സ്കൂളിൽ നിന്ന് കിട്ടിയ ബ്യൂട്ടിഫുൾ ബുക്സ് ആണ്, കളർഫുൾ ആൻഡ് വളരെ വെർസറ്റൈൽ ആൻഡ് വെറൈറ്റി ബുക്സ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബുക്ക് കാണിക്കൂ, നോക്കൂ. ഇന്നത്തെ പിള്ളേർക്ക് 5th സ്റ്റാൻഡേർഡ് തൊട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങും. എനിക്ക് തോന്നുന്നു ചില സ്കൂൾസിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഈവൻ ബിഫോർ ദാറ്റ്. അപ്പം എ ഐ ഹാസ് ഇൻക്ലൂഡഡ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിള്ളേർക്ക് വരെ എ ഐയുടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ചാപ്റ്റർ ഉണ്ട്, ബുക്കുണ്ട്. ഹിന്ദി ബുക്ക്. ഇതേത് ബുക്കാണ് കയ്യിലുള്ളത്? ഇംഗ്ലീഷ് ഗ്രാമർ. ഹിന്ദി ബുക്ക് കാണിക്കൂ, ഓപ്പൺ ചെയ്ത് കാണിക്കൂ. അതൊക്കെ കിട്ടാനുണ്ട്. ഹിന്ദി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേ. അല്ല, സ്ട്രൈറ്റ് കാണിക്കൂ. ആ, അത് ഓപ്പൺ ചെയ്ത് കാണിക്കൂ, ഓരോ പേജസ് കാണിക്കൂ. ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൾ സ്റ്റോറീസാണ് 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ബുക്കിൽ CBSE സിലബസിലുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത് സ്കൂൾ ഐറ്റംസ് വാങ്ങിച്ചത്. ആ, അതെ, അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു എന്താ ഇത്, ഇതൊരു ചെസ് പിന്നും ഒരു ബാഡ്ജും, 2 ചെസ് പിന്നും 2 ബാഡ്ജും. അതും ബാഗിൻ്റെ കൂടെ കിട്ടിയ ബാഗ് നല്ല ക്വാളിറ്റി ബാഗാണല്ലേ? നൈസ്. അപ്പം യു ആർ ഹാപ്പി വിത്ത് ഓൾ ദ സ്കൂൾ ഷോപ്പിംഗ്? ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വീഡിയോ മിത്ര ഇറ്റ്സ് മിത്രയുടെ. ഇനി നമ്മൾ കൂടുതൽ ബ്യൂട്ടിഫുൾ വീഡിയോസ് കൊണ്ടുവരുന്നതാണ്. എങ്ങനത്തെ വീഡിയോസ്? പെറ്റ്സ് ഉണ്ട് മിത്രയ്ക്ക് ഒത്തിരി, പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്, സ്പേസ് ആസ്ട്രോണമിയുടെ കാര്യങ്ങളുണ്ട്. അപ്പം
ലോഡ് ഓഫ് തിങ്സ്. യോഗ ചെയ്യും മിത്ര അല്ലേ? അപ്പോൾ അതൊക്കെ ഓരോ നെക്സ്റ്റ് പറയൂ. അപ്പൊ യോഗ ചെയ്യും. പിന്നെന്താ വെളിയില് അതർ കൺട്രീസ് മേ ബി ട്രാവലിംഗിന്റെ വീഡിയോസും എടുക്കുന്നുണ്ടാവും. ട്രാവലിങ്ങിൻ്റെ വീഡിയോസ്, പിന്നെ ബുക്സ്, അപ്പോൾ അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് നേച്ചർ എല്ലാം ഇതിൻ്റെ സബ്സിക്വൻറ്റ് വീഡിയോസിൽ വരുന്നതാണ്. അപ്പോൾ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് അവർ സ്കൂൾ സ്കൂൾ തിങ്സ് അല്ല സ്കൂൾ സ്റ്റേഷനറി വാങ്ങിച്ചതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം ഇതും മിത്രയുടെ ഒരു ജേർണൽ ബുക്കാണ്, ഒരു യൂണിക്കോൺ ഇതിലുള്ള. ഇതൊന്ന് തുറന്ന് കാണിച്ചേ. ഇത് ജേർണൽ ആൻഡ് അഫർമേഷൻ ബുക്കാണ്. എല്ലാ പിള്ളേരും ജേർണൽ ആൻഡ് അഫർമേഷൻ എഴുതണം. നോക്കൂ, മിത്രയുടെ ജേർണലിംഗ് ആൻഡ് അഫർമേഷൻ്റെ ബുക്ക്. സോ നൈസ്. അപ്പം ഓക്കെ, അപ്പോൾ അത് നമുക്ക് പതുക്കെ എടുത്ത് വയ്ക്കാം. സേ ബൈ. താങ്ക് യു. ഇവിടെ നോക്കി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊക്കെ എടുത്ത് നമ്മളിത് വാങ്ങിച്ച് കഴിഞ്ഞ്, യൂഷ്വലി ജൂൺ 1 മഴ തുടങ്ങുന്നത്, വാങ്ങിച്ചൊക്കെ കഴിഞ്ഞു. ഇപ്രാവശ്യം മഴ നേരത്തെ തുടങ്ങിയിരിക്കുവാണ്. കാലവർഷം നേരത്തെ വന്നു. അപ്പം കേരളം മൊത്തം മോൺസൂൺ സീസൺ തുടങ്ങി മെയ്യിൽ തന്നെ. അപ്പോൾ ജൂണിലെ പിള്ളേർ എങ്ങനെ സ്കൂളിൽ പോകും, എന്തായിരിക്കും എന്ന് കണ്ടറിയണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗായ്സ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.